ഹലോ ഗൈസ്, ചെയ്യുന്നില്ല എന്നെല്ലാം വിചാരിച്ചിരുന്നായിരുന്നു ഈ ഒരു കണ്ടന്റ് കേട്ടോ. പക്ഷേ കൂട്ടത്തിലുള്ള ഒരുത്തൻക്ക് പണി കൊടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാണ്ടിരിക്കും? എന്താണ് എന്നല്ലേ, നമ്മുടെ നല്ലൊരു സഹോദരനുണ്ട് കേട്ടോ, ഷിനു. അപ്പം അവൻക്കെതിരെ ഒരു റിയാക്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പണി പാലും വെള്ളത്തിൽ കൊടുത്തുകൊണ്ടു ആരിഫ് ഹുസൈന്. അപ്പം അതിന് ഏറ്റവും നീചമായ ഒരു വീഡിയോ, എന്താ പറയുന്ന, പ്രതികാരത്തോടെ ചിരിച്ച മുഖം കൊണ്ട് ചിരിച്ചിട്ട് കഴുത്തിറക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ കേട്ടോ. ഏറ്റവും നീചമായ നല്ലൊരു പ്രവൃത്തിയെ ഏറ്റവും നീചമായ സിറ്റുവേഷനിലൂടെ കാണിച്ചു തരികയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ഹാർപ്പിക് ഹുസൈൻ. വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട അജ്റുൽ അസ്വദിനെ മുത്താൻ വന്ന ഒരു സഹോദരിയാണ് കേട്ടോ. ഒന്നുകിൽ അതിൻ്റെ ഭർത്താവാകാം ബാക്കിൽ നിൽക്കുന്നത്, അതിലെങ്കിൽ സഹോദരനാവാം, ആരുമായിക്കൊള്ളട്ടെ. അതിനെ വിപരീത വ്യാഖ്യാനങ്ങളിലൂടെ ഇത് അവൻ്റെ സ്വഭാവം വിളിച്ചോതുന്നതാണ്. പൊന്നുകൂട്ടുകാരെ, എനിക്ക് ഇതിൽ നിന്നും അതാണ് വ്യക്തമായത്. സെക്സോളജിക്കൽ മൂവ്മെന്റ് എന്ന ഏറ്റവും തറ മ്യൂസിക്കും ഇട്ടുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ നമ്മളെ അത്രയേറെ നമ്മൾ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന മുത്ത് റസൂലിൻ്റെ ആ റൗദ ഷരീഫിൽ നിന്ന് കൊണ്ടിട്ടുള്ള കാഴ്ചകൾ അത്രയേറെ വൃത്തിഹീനമായിട്ട് ഡെക്കറേഷൻ ചെയ്തു കൊണ്ട് വന്നിട്ടുള്ള ഹാർപ്പിക്കിനെ, ഈ ഹാർപ്പിക്കിനല്ലേ ദുർഗന്ധം വമിക്കുന്നത്? അവൻ്റെ ദുർഗന്ധമല്ലേ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അല്ലേ? ഈ റമദാൻ മാസത്തിൽ, ഫസ്റ്റ് റമദാൻ മാസത്തിൽ തന്നെ കള്ളപ്പട്ടിണി സോങ്ങും ഇട്ടിട്ട് അങ്ങ് തുടക്കം കുറിച്ചതാണ്. എന്നിട്ട് ഈ വരുന്ന ഇതാ ഇപ്പൊ ഈ ലാസ്റ്റിൽ ആ സഹോദരന് എങ്ങനെ നല്ല രീതിയിൽ മറുപടി കൊടുക്കാം? ഇത്രയും വൃത്തിഹീനമായിട്ട് കൊടുക്കണമായിരുന്നോ എന്നാണ് എനിക്ക് ഹാർപ്പിക്കിനോട് ചോദിക്കാനുള്ളത്. ഇതിൽ നിന്നും നിന്റെ ദുർഗന്ധമാണ് പൊന്ന് ഹാർപ്പിക്കെ വമിക്കുന്നത്. പുറത്തേക്ക് വരുന്നത് നിന്റെ ദുർഗന്ധമാണ്, അല്ലാതെ ഞങ്ങള് മുസ്ലിങ്ങളുടേതല്ല. നീ പുറത്തു പോയപ്പോൾ നിന്റെ മുസ്ലിം എന്ന നാമം പോലും നീ കളഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ് കളയാത്തത്? എന്നിട്ടും ഇസ്ലാം മതത്തിൽ നിന്നും പോയ നിന്റെ അതുവരെയുള്ള നിന്റെ നല്ലതെല്ലാം അവിടെ വെച്ചിട്ട് നീ പോയപ്പോൾ നിന്റെ ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളാണ് നിന്റെ ചാനലിലൂടെ നീ വിളിച്ചോതുന്നത്. അത് കാണികൾക്ക് നല്ലോണം അറിയാം. പിന്നെ നീ വിചാരിക്കുന്നുണ്ടാവും നിന്നെ അത്രയേറെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളത്. മുസ്ലിങ്ങളൊന്നും അല്ല. വർഗീയത വിളമ്പുന്നത് നീ തന്നെയാണ് കേട്ടോ, നമ്മളല്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കാനാണ് പഠിച്ചിട്ടുള്ളത്. നമ്മളിതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആരും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊന്നും കാണിച്ചിട്ടുമില്ല, പ്രവർത്തിച്ചിട്ടുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നല്ല ഈമാനുള്ള മനുഷ്യർ ഒരിക്കലും നിന്റെ കൂടെ നിൽക്കത്തില്ല. അതിൽ കൂടെ നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് കുറച്ച് ആഹാരം തിന്നുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം അതുകൊണ്ട് നീ നന്നാവൂല എന്നുള്ളത് നമുക്കറിയാം. എനിക്കപ്പോൾ ഇതിൽ ഒരു കാര്യം മാത്രമാണ് നിന്നോട് പറയാനുള്ളത്. എന്താണെന്നറിയോ? പാടില്ല തൊമ്മിക്കുഞ്ഞേ, നമ്മൾ പാടെ മറന്നൊന്നും ചെയ്ത് കൂടാ പണി. പാലും വെള്ളത്തില് വരും ഹാർപ്പിക്കേ, പാലും വെള്ളത്തില് വരും കെട്ടോ. ആ പണിയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിനക്കുള്ള നല്ല ഒരു പണി തന്നെയാണ് ഇത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബേക്കിൽ നിനക്ക് ഒരു കറുത്ത മുഖമുണ്ട് ഹാർപ്പിക്കെ. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. ഹൃദയം വിശാലമാണ്, ഹൃദയം പരിശുദ്ധമാണ്. നമ്മുടെ എല്ലാം മുസ്ലിമിൻ്റെ എല്ലാം ഹൃദയം എന്ന് പറഞ്ഞാൽ, നല്ല ഈമാനുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആ പാലിൻ്റെ വെള്ള കളറിലെ അതിനേക്കാട്ടിലേറെ വെളുത്തിട്ടുള്ളതാണ് കേട്ടോ. നിന്നെ പോലെ കറുത്തിരുണ്ടതല്ല. പുറമേ ചിരിക്കുന്ന നിന്റെ ഹൃദയം എന്തിനെ ഉപമിക്കും, എന്തിനെയാണ് ഉപമിക്കേണ്ടത് എന്ന് വരെ എനിക്കറിയില്ല. കറുപ്പിനെ പറഞ്ഞാൽ അതുവരെ നാണിച്ച് തല താഴ്ത്തും. ഇത്രയധികം മാലിന്യം നിറഞ്ഞ ഹൃദയം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഹാർപ്പിക് ഹുസൈൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തില്ല? തീരെ സത്യം ഇല്ലാതില്ല. അപ്പോൾ നിനക്ക് ആരോഗ്യപരമായിട്ട് വിമർശിക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ നിനക്ക് ഇതിൽ നിന്നും പിന്മാറാം, അല്ലേ? ഇതിൽ നിന്നും നിനക്ക് പിന്മാറാം.
ഏതിൽ നിന്ന്? ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത്, കളിയാക്കുന്ന, അവഹേളിക്കുന്നത്. കളിയാക്കിക്കോ നീ എന്തെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ സഹിക്കുന്നുണ്ട്. അള്ളാഹു അല്ല, തല്ലാഹു ആണ് പോലും. ഞാൻ എൻ്റെ നോമ്പും കൊണ്ട് എൻ്റെ നോമ്പ് മുറിഞ്ഞുകൊണ്ട് അത്രയേ വൃത്തിഹീനമായ കാര്യങ്ങൾ നീ റസൂലിനെ പറ്റിയിട്ട്, ആയിഷ ബീവിനെ പറ്റിയിട്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നീ പറഞ്ഞു വരുന്നുണ്ട്. നീ നിന്റെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് എത്തി നോക്കിയിട്ടുണ്ടോ ഹാർപ്പിക്കെ? നീ നമ്മുടെ റസൂലിനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടല്ലോ. ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നീ സ്വന്തം നിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നല്ലതല്ലേ? ഒരു തിരിഞ്ഞു നോട്ടം. അവിടെ നിനക്ക് എന്തെങ്കിലും പിഴച്ചിട്ടുണ്ടോ? നിന്റെ സന്തതികളോട്, നിന്നെ സ്നേഹിച്ച് കൂടെ പോന്ന നിന്റെ ഭാര്യമാരോട്, അങ്ങനെ വേണ്ട നിനക്ക് ജന്മം തന്നവരോട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. എന്നിട്ട് അതെല്ലാം അവിടെ ഒരു ഭാഗത്ത് സൈഡാക്കി നിർത്തിയിട്ട് അവർക്കൊന്നും കൊടുക്കേണ്ടത് കൊടുക്കാതെ മാലോകരെ സുഖിപ്പിച്ച് നടക്കാനായിട്ട് ഒരുമ്പെട്ട് നടക്കുന്നില്ലേ? അതെന്തിനാണെന്നുള്ളത് കുറച്ച് ആഹാരം തിന്നവർക്ക് അറിയാം കേട്ടോ ഹാർപ്പിക്കെ. ഞം തിന്നാൻ നിനക്ക് അധ്വാനിച്ച് ജീവിക്കാൻ മടിയുള്ളത് കൊണ്ട് ഈ ഇസ്ലാമിനെ വിറ്റിട്ട് നീ തിന്നുന്നു, അത്രയേ ഉള്ളൂ. സിമ്പിൾ. ആഹാരം തിന്നുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും, സിമ്പിൾ കാര്യമാണ്. കാരണം ഒരു ജോലി വരെ വേണ്ടാന്ന് വെച്ചിട്ട് ഇസ്ലാമിനെ പഴി പറഞ്ഞാൽ കിട്ടുന്ന സുഖം, അതുവഴി നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാഷ് അല്ലേ, അതൊക്കെയാണ് നീ കണ്ണിൽ കാണുന്നത്. നമുക്കെന്താ അറിയൂലേ? നമുക്കെന്താ അറിയൂലേ? നീ ഇതല്ല, നീ ഇപ്പം ഷിനുവിനെതിരെ ഇട്ട റിയാക്ട് വീഡിയോ അല്ല, ഇതിൻ്റെ അപ്പുറമല്ല, എനിക്കെതിരെ വിട്ടതല്ല. നീ വിചാരിക്കും നമ്മളും നിന്നെ പേടിച്ചിട്ട് മാളത്തിൽ ഒളിച്ച്, അല്ലെങ്കിൽ നിന്റെ അനുയായികൾ ഇങ്ങ് വന്ന് ആ സൂറത്ത് ഓതു, ആ സൂറത്തിന്റെ അർത്ഥം പറയൂ, അല്ലെങ്കിൽ ആയിഷ ബീവിനെ എന്തുകൊണ്ട് റസൂലി ഇങ്ങനെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഖദീജ ബീവിനെ എന്തുകൊണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു, മാരിയത്തുൽ ഖിബിത്തിനെ എന്താണ് റസൂൽ ചെയ്തത്, ഇങ്ങനെയെല്ലാം വന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ വിവരം ദോഷികളായിട്ട് നമ്മൾ അങ്ങ് മാറും എന്നുള്ളതാണ്. ഒരുത്തം എന്നെ കുറേ ദിവസമായിട്ട് പറയുന്ന, നിങ്ങൾ ഓൾറെഡി എക്സ് മുസ്ലിമായി. ഏതർത്ഥത്തിലാണ് ഞാൻ എക്സ് മുസ്ലിമായി എന്ന് വ്യാഖ്യാനിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള ഇസ്ലാമിൻ്റെ വിശ്വാസം, എൻ്റെ റബ്ബിനോടുള്ള ഇഷ്ടം, എൻ്റെ റസൂലിനോടുള്ള എൻ്റെ മുഹബ്ബത്തും, അത് എന്നിൽ ഉള്ളിടത്തോളം കാലം, എൻ്റെ മനസ്സ് എൻ്റെ ഉള്ളിൽ, എൻ്റെ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിടത്തോളം കാലം നീയാണോ അത് തീരുമാനിക്കേണ്ടവന്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാമിനെ നിനക്ക് മാത്രം കരിവാരി തേക്കാം എന്നങ്ങ് തീരെഴുതി തന്നിട്ടൊന്നുമില്ല. നീ അങ്ങനെ ഇസ്ലാമിനെതിരെ കരിവാരി തേക്കുമ്പോൾ ഇത് കേൾക്കുന്ന കുറച്ച് നല്ലവരായ മനുഷ്യന്മാരുണ്ട് ഇവിടെ. ഒരു ഷിനു മാത്രമല്ല, ഒരു പിന്നെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. നീ ചിരിച്ചുകൊണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, ചിരിച്ചുകൊണ്ട് നിന്റെ സ്വഭാവം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു കുറച്ചൊരു നന്മയുള്ള ഒരു ഹൃദയം ഉണ്ടാവും. ഈ വീഡിയോ കണ്ടതോടുകൂടി, സത്യമാണ് പറയുന്നത്, ഈ വീഡിയോ കണ്ടതോടുകൂടിയിട്ട് എനിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു, എന്ത് ചിരിച്ചുകൊണ്ട് ഇസ്ലാമിനെ കഴുത്തറുക്കുന്ന ഒരു വ്യക്തിയാണ് അവന്. അതാണ് ഇതിൽ നിന്നും ബോധ്യപ്പെട്ടത്. വെറുത്തുപോയി. കാരണം ആ അജറുൽ അസ്വദ്, നമ്മൾ അത്രയേറെ ഇഷ്ടപ്പെടുന്ന അജറുൽ അസ്വദ്, റൗള ഷരീഫിലെ അജറുൽ അസ്വദിനെ കളിയാക്കിക്കൊണ്ട് മ്ലേച്ഛമായ അങ്ങേ അറ്റം വൃത്തികെട്ട രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നല്ലോ സമൂഹത്തിന് മുമ്പില്. സത്യം പറഞ്ഞാല് നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. സത്യം, മെന്റലി ഫിസിക്കലി എല്ലാം ഉണ്ട് കേട്ടോ. ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പശു ഡോക്ടറാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പം അതുകൊണ്ട് മോനെ ഹാർപ്പിക്കെ, ഇപ്പോൾ ചികിത്സിച്ചാൽ എന്തെങ്കിലും കുറച്ചുകൊണ്ട് ഭേദമാവും. മനസ്സിലായോ? കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. അപ്പം അതുകൊണ്ട് നീ ഇടുന്തോറും നീ നമ്മൾക്ക് തരുന്ന പണിയില്ലേ, പാലും വെള്ളത്തിൽ തരുന്ന പണി, അതേപോലത്തെ പണികൾ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചും തരും. അതിന് നീ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ തരും, നമ്മൾ തന്നുകൊണ്ടേയിരിക്കും കേട്ടോ. നീ ഇനിയിപ്പോൾ ഇതും വെച്ചിട്ട് എന്നെ വെച്ചിട്ട് പിന്നെ എന്തു വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, നെവർ മൈൻഡ്. ഇസ്ലാം മതത്തെ അവഹേളിച്ച് കൊണ്ട് പറയുമ്പോൾ ആരായാലും പ്രതികരിച്ചു പോകും. ഇതൊക്കെ കുറച്ചധികം ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സീരിയസ്ലി ഞാൻ പറയുന്നത്, വളരെ മോശമായിട്ടുള്ള വീഡിയോ ആണ്, വളരെ മോശമായിട്ടുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ. ഒരു സ്ത്രീ അത്രയേറെ വിശ്വസിച്ചിട്ട് അതിൻ്റെ ഇഷ്ടം കൊണ്ട് ആ അജറുൽ അസ്വദിനെ മുത്താൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് അവിടെ പോവാൻ.
എന്നിട്ട് അതിനെ അവഹേളിക്കുന്നത്, അങ്ങേ അറ്റം മോശമായ രീതിയിൽ നീ സ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. നിനക്ക് നിന്റെ ഒരൊറ്റ ആഗ്രഹം പെണ്ണ് എന്ന് കണ്ടാൽ നിനക്ക് അത് മാത്രമേ തോന്നൂ. കാരണം നീ അങ്ങനത്തെ ഒരുത്തനാണ്. അതാണ് ഈ ഒരു സെക്സ് അല്ലാതെ നിന്റെ നിഘണ്ടൂര് വേറൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ എൻ്റെ നോമ്പ് നീ കളയാൻ നിൽക്കല്ല. ഇൻഷാ അല്ലാ ഏറി വന്ന ഒരു 10 ദിവസം കൂടെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ. ഓക്കെ.